അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ ഭാരവാഹികളെ കണ്ടെത്താൻ തിരഞ്ഞെടുപ്പ്. പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മോഹൻലാൽ വിസമ്മതം അറിയിച്ചതോടെയാണ് 3 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്താൻ ഇന്ന് ചേർന്ന ജനറൽ ബോഡി യോഗം തീരുമാനിച്ചത്. വാർഷിക ജനറൽ ബോഡിയിൽ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞതിനെ മോഹൻലാൽ വിമർശിച്ചു. മോഹൻലാലിന്റെ ആവശ്യപ്രകാരമാണ് തിരഞ്ഞെടുപ്പെന്ന് നടൻ രാജാ സാഹിബ് 24-നോട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്ക്. മോഹൻലാലിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്തുക, അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളെ എക്സിക്യൂട്ടീവ് ഭാരവാഹികളാക്കുക, അങ്ങനെ സങ്കീർണതകൾ ഒഴിവാക്കി പുതിയ ഭരണസമിതി നിലവിൽ വരുമെന്ന് കരുതിയെങ്കിലും മോഹൻലാലിന്റെ അപ്രതീക്ഷിത നീക്കം പ്രതീക്ഷകളെ താളം തെറ്റിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഭാരവാഹി തെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ തന്നെ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് വ്യക്തമാക്കി. മുഴുവൻ പേരുടെയും പിന്തുണയുണ്ടെങ്കിൽ ചുമതല ഏറ്റെടുക്കാമെന്ന മോഹൻലാൽ. സദസ്സ് കൈയുയർത്തി മോഹൻലാലിനെ ആവശ്യപ്പെട്ടപ്പോൾ പകുതി അംഗങ്ങൾ പോലും എത്തിയിട്ടില്ലല്ലോ എന്ന ലാലിന്റെ പരിഭവം. സമ്മർദ്ദങ്ങൾക്ക് മോഹൻലാൽ വഴങ്ങാതായതോടെ തെരഞ്ഞെടുപ്പെന്ന ആവശ്യം മോഹൻലാൽ തന്നെ മുന്നോട്ട് വെച്ചു. അമ്മയിൽ അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പെന്ന 24 വാർത്ത നടൻ രാജാ സാഹിബ് സ്ഥിരീകരിച്ചു. നിയമപരമായി എങ്ങനെ നടത്തിക്കണോ എന്നുള്ള രീതി അനുസരിച്ച് ലാലേട്ടൻ തന്നെ തീരുമാനമെടുത്തു. അതിന്റെ മുൻകൈ എടുത്ത് ആ രീതിയിൽ തന്നെ ഈ 3 മാസത്തിനകം നമ്മൾ ഇലക്ഷനിലേക്ക് പോവുക. ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറാതിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ലാലേട്ടൻ തന്നെ വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മൾക്ക് കറക്റ്റ് എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അതെല്ലാം ആസ്വദിക്കുന്ന ആൾക്കാർ ഞാൻ ഉൾപ്പെടെയുള്ളവർ തന്നെയാണ്. 3 മാസമാണ് നിലവിലത്തെ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി. അത് പൂർത്തിയാകുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ ചുമതലയേൽപ്പിക്കും. മതിയായ അവസരങ്ങൾ ലഭിക്കാത്ത താരങ്ങൾക്കായി കൊച്ചി മെട്രോ എന്ന പദ്ധതി നടപ്പാക്കാനും ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായി. സിനിമകളും ഷോർട്ട് ഫിലിമുകളും നിർമ്മിക്കുന്ന പദ്ധതിയാണ് കൊച്ചി മെട്രോ. നടൻ രവീന്ദ്രനാണ് ചുമതല. നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷം നടൻ ജഗതി ശ്രീകുമാർ യോഗത്തിന് എത്തിയെന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. നിഖിൽ പ്രമേഷ്, 24 കൊച്ചി.